ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു താങ്ക് യു. സ്പോൺസർ ചെയ്തിരിക്കുന്ന വെഡിങ് ആനിവേഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആരാധകിതരായി സംഗീതനങ്ങളായി ദൈവത്തെ വാഴ്ത്തി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ 24 വർഷം ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇന്ന് മെയ് 18, ഇന്നാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സെലിബ്രേഷൻ, വൈകുന്നേരത്തെ ഫുഡും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആങ്ങളെ ഫാമിലി, അനിറ്റി ഫാമിലി, അതുപോലെ തന്നെ മിഡുവിൻ്റെ മമ്മിയും ഡാഡിയും പിന്നെ കുഞ്ഞാങ്ങളെയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ചെറിയ സെലിബ്രേഷൻ. ഇന്നത്തെ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് ആങ്ങളെയാണ്. പിന്നെ ഫുഡാണെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ജോലികളൊന്നും ഇപ്പം ഇല്ല. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചവരെയുള്ള ലഞ്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എടുക്കുന്ന വീഡിയോ ആട്ടോ ഞാൻ ഈ വീഡിയോ. കാരണം നമ്മൾ വെച്ചിരിക്കുന്ന സെലിബ്രേഷൻ ഈവനിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് മഴയ്ക്കൊക്കെ നല്ല കാറുണ്ട്. ചെറുതായിട്ട് മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. കാർമേഘം കൊണ്ട് ആകെ ആകാശമൊക്കെ ഇരുണ്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നല്ല മഴ പെയ്യുമായിരിക്കും. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പേരിട്ടായിരുന്നാണ് എല്ലാവരും കൂടെ മഴയുടെ ദമ്പതികളാണ് നിങ്ങളെന്നും പറഞ്ഞു. കാരണം അത്രയും ദിവസം വരെ മഴ പെയ്യാതെ നിന്ന് അന്ന് ഭയങ്കര മഴയായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രിയിൽ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നാലും മഴ പെയ്യുന്നു പറഞ്ഞ് എല്ലാവരും കളിയാക്കും എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഇന്നതാ മഴ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ വലിയ മഴയായിരിക്കാം, ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് പോകുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡിനൊക്കെ ആയിട്ട് ഞാൻ പ്ലേറ്റ്സുകളെല്ലാം അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റ്സ് എല്ലാം നമ്മളിവിടെ റെഡി. പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ മാർക്കറ്റിൽ പോയി വന്നിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് കിണ്ണത്തപ്പം. അവർ വരുമ്പോൾ വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കാൻ കിണ്ണത്തപ്പം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വട്ടയപ്പം വാങ്ങിച്ചിട്ടുണ്ട്. വട്ടയപ്പം ഒരു 2-3 വട്ടയപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഇന്നലെ കിട്ടിയായിരുന്നു. 2-3 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിണ്ണത്തപ്പൊക്കെ അവർ വരേണ്ട സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് അവർ വരുന്നതിന് മുൻപായിട്ട് കിണ്ണത്തപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ വേഗത്തിൽ എടുത്ത് കൊടുക്കാമല്ലോ. രാവിലെ ഞാൻ മുറ്റമൊക്കെ അടിച്ചതാണ്. എന്നാലും വീണ്ടും മഴയൊക്കെ വരുന്നതിന് മുമ്പ് ഒന്നും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കാറ്റൊക്കെ വീശിയപ്പോൾ പിന്നെയും ഒരുപാട് ഇലകളൊക്കെ വീണു മാവുമ്മേന്ന്. അപ്പോൾ ഒന്നും കൂടെ അടിച്ചു വരാമെന്ന് വിചാരിച്ചത് അടിച്ചു വരിക്കൊണ്ടിരിക്കുക കേട്ടോ മുറ്റമൊക്കെ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കിണ്ണത്തപ്പം കട്ട് ചെയ്ത് വെക്കണം. അപ്പമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓർഡർ കൊടുത്തിരുന്ന ഫുഡൊക്കെ എത്തിയിട്ട് ടൈമിന് തന്നെ. അപ്പോഴേക്കും ഇതാ പെരുമഴയ്ക്ക് കാരി കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സന്ധ്യയായ സമയത്ത് ഇതാ ഫുഡൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാ അനിയത്തി ഫാമിലിയൊക്കെ എത്തിയിട്ടോ. നല്ല മഴയാണ്, അതുപോലെ തന്നെ കറണ്ട് വന്നും പോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ഥലമൊക്കെ മാറ്റി സണ്ണിയുടെ വീട്ടിൽ അമ്മയുടെ അടുത്ത് വെച്ച് നടത്താമെന്ന് വിചാരിച്ചു. അവിടെ ആണെങ്കിൽ ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ പിന്നെ കറണ്ട് പോയാലും പേടിക്കണ്ട. ഇവിടെ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇരുട്ടായി, ഇൻവെർട്ടർ ഇല്ല. അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി
നമുക്ക് സെലിബ്രേഷൻ അവിടെ വെച്ചാക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഫുഡൊക്കെ വന്നതൊക്കെ നമ്മളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വണ്ടിയിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ താഴെ അനിയത്തി ഫാമിലി വന്നിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അങ്ങനെതാ നമ്മുടെ ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് എവിടെയാ കേറിയിട്ട് അകത്തേക്ക്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ താങ്ക് യു. നമ്മുടെ വലിയൊരു ഗിഫ്റ്റ് കൂടെ കിട്ടിയിട്ട് നമുക്ക് അൺബോക്സ് ഒക്കെ ചെയ്യാട്ടോ. പോയി വന്നിട്ട് അൺബോക്സ് ചെയ്യാം. ഫുഡ് ഓർഡർ കൊടുത്തതെല്ലാം നമ്മൾ ഇവിടെ തന്നെയായിട്ട് വാങ്ങി വെച്ചായിരുന്നു. ഇവിടെ വെച്ച് നടത്താമെന്നായിരുന്നു പ്ലാനൊക്കെ. പക്ഷേ കറണ്ടും പോയി, നല്ല മഴ സ്ട്രോങ് ആയി. അപ്പോൾ പിന്നെ എന്തായാലും പ്ലാനൊക്കെ മാറ്റി. ഇപ്പോൾ വീണ്ടും കറണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അമ്മയുടെ അടുത്ത് തന്നെ വെച്ച് സെലിബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ച് ഇതാ വണ്ടിയിലേക്ക് ഫുഡൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. ഇത് നല്ല മഴയാണ്. അപ്പോൾ ആ സണ്ണി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി സെലിബ്രേഷൻ പ്ലേസ് നമ്മൾ അവിടേക്ക് ആക്കണം. സണ്ണി എത്തി. ഹായ് ഡിയർ. താങ്ക് യു. നമസ്കാരം നമസ്കാരം. അപ്പോൾ ഇതാ ഫുഡൊക്കെ എടുത്ത് ഇവിടുന്ന് വീണ്ടും ഇതാ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങളിതാ മഴയത്ത് സണ്ണിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പെരുമഴ. അതാ ഇവരൊക്കെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആദ്യത്തെ സെറ്റ് തന്നെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ദേ ഇവിടെ ഉണ്ട്. അവരൊക്കെ ദേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് സന്തോഷമായിട്ടോ ഞങ്ങളിവിടേക്ക് വന്നപ്പോൾ. ഞങ്ങൾ ആദ്യം അമ്മ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇതാ മറന്നു ചിരിക്കുകയാണ്. അമ്മ വിചാരിച്ചില്ല. ശരിക്കും ഞങ്ങളിന്ന് അവിടെയാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങളോടത്ത് അവിടെയാണെങ്കിൽ കുറച്ചും കൂടെ സ്പേസൊക്കെ ഉണ്ടല്ലോ, നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇഷ്ടമാതിരി ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ ആഘോഷിക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ഇട്ടത്. പക്ഷേ നമ്മുടെ കൈകളിലല്ലല്ലോ പ്ലാൻ. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാഗ്രഹം കാണുമായിരിക്കും, അത് ദൈവം കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടെ കറണ്ടും ഇല്ല, ഇൻവേർട്ടറും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ആഘോഷം നമ്മുടെ ഇവിടെ തന്നെയായി. അമ്മയുടെ അടുത്ത് തന്നെ രണ്ടാമത്തെ ആഘോഷം. ഇന്നലെ മിഞ്ഞാന്നല്ലേ വന്നെത്തിയ ആഘോഷം. ഇതിപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷം. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെയായി. സന്തോഷമായോ? സന്തോഷമായി പറയാനുണ്ടോ? അടിപൊളി സന്തോഷല്ലേ. അമ്മ ഇന്നലെ ഇന്നലെയല്ലേ ഞാൻ കൊണ്ടുവന്ന 2 നൈറ്റി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇന്നലെ ഒരെണ്ണം ഇട്ടു, ഇന്ന് രണ്ടാമത്തെ എടുത്തിട്ടുണ്ട് അമ്മ. ഇഷ്ടമായോ? നൈറ്റി ഇഷ്ടമായോ? ഇഷ്ടമായി. അതുകൊണ്ടല്ലേ വെരി ഗുഡ്. ഇവിടെ വീടുവിൻ്റെ മമ്മിയും ഇമ്മാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ സണ്ണിത കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഘോഷം ആരംഭിക്കാം. അപ്പോൾ ഞങ്ങളുടെ സെലിബ്രേഷൻ ഇവിടെ ആരംഭിക്കാൻ പോണ്. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് അമ്മയ്ക്കും കൂടെ കാണാവുന്ന രീതിയിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് സണ്ണി സ്പോൺസർ ചെയ്തിരിക്കുന്ന കേക്കാണ്. അപ്പോൾ സ്വാഗതം. ഓക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ അടിപൊളി കേക്ക് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഒക്കെ പറയാം. അപ്പൊ നമുക്ക് ആരംഭിച്ചാലോ? പൈനാപ്പിൾ കേക്ക് കേട്ടോ ഇതിന്റെ പേര്. പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്ക്. ആശംസകളും നേരുന്നു. ഇനിയും കുറേ വർഷങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ പറ്റട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കും. 100 വർഷമായിട്ട് പറയാം. 100 വർഷം. ഇനി 124 വർഷം വേണ്ട. 80 വർഷം കൂടി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 130 വർഷം വരെ എന്തായാലും കിട്ടും, ഗ്യാരണ്ടി ആയി. കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് ആൽവിനെ വീഡിയോ കോൾ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് 5 വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആൽവിൻ എത്തിയിട്ടുണ്ട് ലൈനിൽ. ഇനി ഞങ്ങളപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ സെലിബ്രേഷൻ ആരംഭിക്കുന്നത്. പ്രിയസമ്പന്നനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ 1 വർഷം കൂടി ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഞങ്ങൾക്ക് തന്ന എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും ഞങ്ങൾക്ക് സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുജനങ്ങളെയും
ഈ ദിവസം ഞങ്ങളെ ഓർക്കുകയും അനുമോദിക്കുകയും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഉദാരമായി പ്രതിസമ്മാനിക്കുകയും ചെയ്യണമേ. ആമേൻ. അപ്പൊ നീ കേക്കൊക്കെ മുറിക്കാം. ഓക്കെ, ഹാപ്പി congratulations to you, congratulations to you, Anilaliya Chechi, congratulations to you, happy long life to you, happy long life to you, Anilaliya Chechi, happy long life to you. ഞങ്ങൾ ഗിഫ്റ്റ് വരെ ബുക്ക് ചെയ്തിരുന്നു. അതൊന്നും കുഴപ്പമില്ല, അവിടെ വേണമെന്ന് വെച്ചോ. ഞങ്ങൾക്ക് വളരെ താഴ്മയോടെ നന്ദി പറയുന്നു. സിജി ഫാമിലിയുടെ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് സൺഡേയും സെയിം ഒരുമിച്ച് കുഞ്ഞു കഷ്ണം അതെടുത്തോ. ഇനി നോക്കണ്ട. താങ്ക് യു ഡാഡി വരാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. താങ്ക് യു ചേച്ചി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആൽവിക്കുള്ള പേര് അഞ്ജുന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ ഇന്നത്തെ അമ്മയുടെ സന്തോഷം കൊണ്ട് രണ്ടുപേരും പാട്ട് പാടാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അമ്മയുടെ പാട്ട് കേൾക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ ശക്തി സങ്കേതമായി ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ തപ്പുകൾ കൊട്ടുവിൻ ഇന്നരവിനകൾ ഇമ്പമായി മീട്ടിടുവിൻ ആത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ വാഴ്ത്തുവിൻ ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളായി. താങ്ക് യു അടിപൊളി. പഴയ പാട്ടാണല്ലോ, പഴയ പാട്ട്. അമ്മയ്ക്കാണ് കേക്കൊക്കെ കൊടുത്ത് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം അമ്മ ആ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മയുടെ സന്തോഷം കൊണ്ട് അമ്മ പാട്ട് പാടിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് അവിടെ എല്ലാവരും കേക്ക് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ ടേസ്റ്റ് എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ കേക്കായിരുന്നു, നല്ല കേക്കായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഇതേ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ്റെ മമ്മി ഇതാ ഇവിടെ ആൽവിനെ കാണുന്നുണ്ടാവോ? വീഡിയോ കോളിലാണ്. അതാ ഇപ്പോൾ കാണാലോ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഹായ് പറഞ്ഞേ. ശരിക്കും ക്ലിയർ ആവണില്ല നീ പറയുന്നത്, എന്നാലും മനസ്സിലാക്കി ഞാൻ.
ഓക്കെ, ലിജീസ് വ്ലോഗ്സ് കാണുന്ന എല്ലാവർക്കും ഹായ് എന്നാട്ടോ പറഞ്ഞത് അല്ലേ? ആ, ഇവിടെ തക്കുത മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കേക്കും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആൽവിക്കുള്ള കേക്ക് ഞാൻ അഞ്ജുവിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അയർലൻഡ് കാണിക്കുന്നു ആൽവി അതിനിടയ്ക്ക്. ഓ, ഇങ്ങനെ ടേസ്റ്റ് ചെയ്യല്ലേ? അടിപൊളി, പൈനാപ്പിൾ ഫ്ലേവറിന്റെ അടിപൊളിയായിരുന്നു. അടിപൊളി. താങ്ക് യു. ഇപ്പൊ ഇവിടെ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡ് ഇവിടേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ സണ്ണിയുടെ വണ്ടിയിൽ വെച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. കാരണം അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ കഴിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീട് പ്ലേറ്റൊക്കെ തിരക്കിട്ട് കഴുകിയൊക്കെ എടുത്ത് വയ്ക്കണ്. അങ്ങനെ ഫുഡെല്ലാം നമ്മുടെ ടേബിൾ മേലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ചേട്ടനും കൂടെ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ 2-3 ഫോട്ടോസൊക്കെ നമുക്കിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെ വിളിക്കണം. അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ച് അവരെ വിളിക്കാൻ പോകട്ടോ. അപ്പോൾ ഇവിടെ ഓർഡർ കൊടുത്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, പിന്നെ ഇവിടെ ഇത് ചില്ലി ചിക്കൻ, ഇത് ഒരു മീറ്റ് കറി, പിന്നെ ഇവിടെ സലാസ്, പിന്നെ അച്ചാർ, നാരങ്ങ പായസം വീടിന്റെ വക സ്പോൺസർ, കേക്ക് സണ്ണിയുടെ വക സ്പോൺസർ. അപ്പൊ പിള്ളേരെ അവിടെ വണ്ടി ഓടിപ്പിച്ച് കളിക്കണ്ട, അതോ ഒച്ചയൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ആദ്യം ആഘോഷം, കൊച്ചൊരാഘോഷം, വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇരുത്താൻ പോണ ഭക്ഷണം കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങളിന്ന് ശരിക്കും ആൽവിനെ മിസ് ചെയ്തു കേട്ടോ. ആൽവിൻ ഇല്ലാതെ ആദ്യത്തെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷമാണ് ഇന്ന് നടന്നത്. അപ്പോൾ അത് ആൽവിനായാലും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൽവിനെ മിസ് ചെയ്യണം. അപ്പോൾ ആൽവിൻ കുറേ നേരമായിട്ട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം എല്ലാവരുടെ അടുത്തും. അപ്പോൾ ഇപ്പോൾ അമ്മോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവോട്ട് ഞങ്ങളോട് ഇപ്പോൾ പയ്യെ അടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറയും ഞങ്ങളുടെ അടുത്ത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകേണ്ട സമയമാവുകയും ചെയ്യും. ഇവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഇത് അവരുടെ ലോകട്ടോ. അവർ എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. അവർക്ക് കൊടുത്തോടൊപ്പം തന്നെ അമ്മയുടെയും ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങളും ഫുഡ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് ഇരുന്ന് പയ്യെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മിടുവിൻ്റെ മമ്മി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതാ തിരിച്ചു പോണ്. ഡാഡി വന്നില്ല. ഡാഡി വരാത്തൊരു വിഷമം. ഡാഡിക്ക് വയ്യാന്ന്. ഡാഡി റെസ്റ്റ് ചെയ്യണ്. ഡാഡി വന്നില്ല. മമ്മി മാത്രം വന്നുള്ളൂ. സ്റ്റീവൂട്ട ഇമ്മാനുവൽ വന്നിട്ടുണ്ട് കേട്ടോ. മിടുവിൻ്റെ ആങ്ങള വന്നിട്ടുണ്ട്, കുഞ്ഞാങ്ങള. പക്ഷെ ഡാഡി എത്തിയില്ല. ഇതാ പോണ്. സ്റ്റീവിന് പോണം, അമ്മമ്മയുടെ കൂടെ പോണം. അപ്പോൾ സണ്ണി കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചേട്ടനും ജോജിയും ഒക്കെ പോകുന്നുണ്ട് സണ്ണിയുടെ കൂടെ മമ്മീനെ കൊണ്ട് നാക്കാനായിട്ട്. ഇപ്പൊ തന്നെ അവർ തിരിച്ചു വരും. നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രീ ആയ സമയത്ത് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകട്ടോ. അപ്പൊ ഇത് സണ്ണി എന്ന ഗിഫ്റ്റ്, ഇത് വീടിന്റെ മമ്മി തന്ന ഗിഫ്റ്റ്, പിന്നെ അനീത്തി ഫാമിലി തന്ന ഗിഫ്റ്റ് നമ്മുടെ സ്വന്തം വീട്ടിൽ അവിടെ പാളയംപറമ്പ് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ നാളെ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മളിതാ മിടുവിൻ്റെ മമ്മി തന്ന ഗിഫ്റ്റ് കേട്ടോ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ. സ്റ്റീവ് ഉറക്കായി തോന്നുന്നു അല്ലേ? സ്റ്റീവിനെ കൊണ്ട് മിടു പോയിരിക്കണം ഉറക്കാനായിട്ട്. തുറക്കണതിന് മുമ്പ് തന്നെ ഐഡിയ കിട്ടി. ഗ്ലാസിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്ലാസ് ആയിരിക്കും വിചാരിക്കും. ഓക്കെ ഗ്ലാസ് വലിയ ഗ്ലാസ് 6 അപ്പൊ വീടിന്റെ ഡാഡിക്കും വീടിന്റെ മമ്മിക്കും ഇമ്മാനെക്കുട്ടിനും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനി നമ്മള് രണ്ടാമത്തെ ഗിഫ്റ്റ് സണ്ണി ഫാമിലി തന്നിരിക്കുന്ന ഗിഫ്റ്റ് നോക്കാൻ പോണ്. സണ്ണി വീഡിയോ ഫാമിലി അറിയാനുള്ള ആകാംക്ഷയോട് കൂടെ നോക്കിയിരിക്കുന്നു.
കീറണം എന്തായാലും. അമ്മ അവിടെ കിടന്ന് കൈ വിടുന്നു. ഓക്കെ ഓക്കെ, എന്തായാലും സെയിം അല്ല. ഈ ഫോട്ടോ ഒന്നും കാണിക്കാം. ഈ സെയിം തന്നെ കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ കടായി. ബ്ലൂബെറീസ് അമ്മ കൈകോട്ട. സണ്ണി, വിടു ഫാമിലിക്ക്, അമ്മയ്ക്കും എല്ലാവർക്കും താങ്ക് യു. ഗ്രേസിനും സ്റ്റീവിനും ഫാമിലിക്ക് എന്ന് പറയുമ്പോൾ പെട്ടവരൊക്കെ. അപ്പൊ താങ്ക് യു വെരി മച്ച്. അപ്പൊ അനിൽ ചേട്ടന്റെയും കുടുംബത്തിന്റെയും വിനീതമായ കൂപ്പുകൈ. താങ്ക് യു. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു വീട്ടിലെല്ലാവരും കൂടി ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കാനൊക്കെ ഒരു ടൈമുള്ളത്. അനിയത്തിയുടെ ഗിഫ്റ്റ് ആണെങ്കിൽ അൺബോക്സ് ചെയ്യാൻ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ അത്ര ആലോചിച്ചില്ല തിക്കും തിരക്കിലും. അപ്പം ഇനിയിപ്പോൾ നാളെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസത്തേക്കായിട്ട് മാറ്റി വെച്ചേക്കാണ്. അനിയത്തി ഫാമിലി തന്ന ഗിഫ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റായിരുന്നില്ല. നാളെ രാവിലെ ഞാൻ കാണിക്കും. നാളെ രാവിലെ അതിന്റെ വീഡിയോ കാണിക്കും. രാവിലെ എന്തായാലും നമ്മള് അതിന്റെ വീഡിയോ കൂടെ എടുത്തിട്ട് ഒരുമിച്ചായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത്. കൂടുതലായി കൊള്ളുന്നത് നീ നിറച്ച് കാണിക്കണം. നാളെ ഉച്ചക്കത്തെ ചിക്കൻ കറിയാണത്, വൈകുന്നേരം മട്ടക്കറി എന്താണുള്ളത് നിങ്ങൾക്ക്. അപ്പൊ നാളെ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡ് അതുപോലെ സെലിബ്രേഷൻ എല്ലാം ഭംഗിയായി നടന്നു. സണ്ണിയുടെ അടുത്ത് വെച്ച് വിചാരിച്ച പ്ലാനിങ് ഒന്നും നടന്നില്ല. പെരുമഴ അല്ല, അവിടെ നമ്മള് പാളയംപറമ്പ് വീട്ടിൽ വെച്ച് നടത്താന്ന് വെച്ച പ്ലാനിങ് ഒന്നും മഴ കാരണം എല്ലാം മാറ്റി പോയതുകൊണ്ട്. അപ്പൊ ഇതായിരിക്കും ദൈവനിശ്ചയം. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒരുമിച്ച് കൂടി അങ്ങനെ ആഘോഷമൊക്കെ 24ാമത്തെ കൊല്ലവും ആഘോഷം വളരെ നടന്നു. എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും 24ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ പെങ്ങൾക്കും അളിയനും അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. സമയം പോയതൊന്നും അറിഞ്ഞില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷ തമാശകളൊക്കെ പറഞ്ഞ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതും ഏറ്റുപിടിച്ച് പിന്നെ അടുത്ത തമാശകളായി, പിന്നെ അതും ഏറ്റുപിടിച്ച് അടുത്ത തമാശയായി. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭയങ്കര തമാശ പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കാർഡ്സ് കളിക്കാം. അപ്പോൾ അങ്ങനെ അവരാദ്യം കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും അവരുടെ ഒപ്പം തന്നെ ജോയിൻ ചെയ്തു. അങ്ങനെ മിടും ഞാനും അനീത്തിയും അതുപോലെ തന്നെ അനിയനും ചേട്ടനും ഞങ്ങളെല്ലാവരും ഇന്ന് കളിച്ചു കേട്ടോ. സണ്ണി കളിച്ചില്ല. സണ്ണി പറഞ്ഞു എനിക്ക് ഈ കളി അറിയില്ല, അതുകൊണ്ട് ഞാൻ കളിക്കണില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കളിച്ച് കുറേ സമയം അങ്ങനെ കുറേ സമയം അങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ. സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഉറങ്ങാൻ പോയപ്പോഴേക്കും തന്നെ 1 മണി 2 മണിയൊക്കെ ആയി. അപ്പോൾ നേരം എടുത്തതിന് ശേഷം നമ്മളെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഓൾറെഡി അനിയത്തി ഫാമിലി പോയി കഴിഞ്ഞു. ഞങ്ങളും പോകണം. കാരണം അതേ അമ്മോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങണം. അമ്മ ബൈ 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 ബൈ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. കാരണം ഞങ്ങൾക്കിനി വീട്ടിൽ ചെന്നിട്ട് വേണം കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട്, പള്ളിയിൽ പോകണം. അപ്പോൾ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സണ്ണി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. സണ്ണിയുടെ സ്കൂട്ടി അവിടെ ഇരിക്കണേ. അപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് വേണം. ആക്റ്റീവ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വേണം സണ്ണിക്ക് പോരാൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വിടുന്ന അങ്ങോട്ടേക്ക് യാത്ര. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ. വിടൂ. ടാറ്റാ ബൈ ബൈ.
സൈഡിൽ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഒരു ഗിഫ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇത് അനിയത്തി ഫാമിലി കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് അനിയത്തി ഫാമിലി തന്ന ഗിഫ്റ്റും അൺബോക്സ് ചെയ്ത് കാണാം. അവരുടേതാ നല്ല ഒരു ബിരിയാണി പോട്ടാണ്. അടിപൊളി, സൂപ്പർ. ഇതെന്തോ അവരുടെ പാത്രം പ്രസ്റ്റീജിൻ്റെ ആണ്. പ്രസ്റ്റീജിൻ്റെ അങ്ങനെ ഒരു ബിരിയാണി പോട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായി നിങ്ങൾക്ക് ഗിഫ്റ്റ്? ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ സിജി ഫാമിലിക്ക്, അതായത് എൻ്റെ അനിയത്തി അനിയൻ ഫാമിലിക്ക് പ്രത്യേകം താങ്ക്സ്. ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നതിന് പ്രത്യേകം താങ്ക് യു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ. വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാം നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. എന്തായാലും ഞങ്ങൾ പ്ലാനിട്ട പോലെ നടന്നില്ല. പ്ലാനിട്ടത് ഇവിടെ നടത്തുന്നതായിരുന്നു. അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നു. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ അമ്മയുടെ അടുത്ത് വെച്ച് നടത്താൻ പറ്റി. അങ്ങനെ എന്തായാലും എല്ലാം ഭംഗിയായി നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.